ഇന്ന് വരും നാളെ വരും പറഞ്ഞ് എത്ര ദിവസമായിട്ട് താൻ ഫോൺ ചെയ്യുന്നു? കൊടൈക്കനാലിൽ തനിക്കെന്താ കളക്ടർ ഉദ്യോഗമാണോ? അതിലും വലിയ ഉദ്യോഗ. അതുകൊണ്ടല്ലേ ഡോക്ടർ പറഞ്ഞ ഇത്രയും വലിയ തുക എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. എന്റെ ലില്ലിമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. അന്നത്തെ മെന്റൽ ഷോക്ക് മൂലം ബ്രെയിൻ ടോട്ടലി ഡാമേജ്ഡ് ആണ്. എല്ലാ നെർവസ് സിസ്റ്റത്തെയും അത് ബാധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ. ചാൾസിനറിയോ, താൻ പൈസ എത്തിക്കാത്തതുകൊണ്ട് 4 തവണ ഞാൻ ലില്ലിയുടെ ഓപ്പറേഷൻ മാറ്റിവെച്ചു. ഞാൻ മനഃപൂർവ്വം എത്തിക്കാത്താണോ ഡോക്ടർ? ഇത്രയും രൂപ ഉണ്ടാക്കാൻ ജീവമരണ പോരാട്ടം ഞാൻ നടത്തിയത്. 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാ എന്നെ പോലുള്ളവർക്ക് അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയോ? 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷനെ സംബന്ധിച്ച് വളരെ നോർമലായ റേറ്റ് ആണ്. തനിക്കറിയാലോ, ഞാനിവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണ്. ഓപ്പറേഷന്റെ ആക്ച്വൽ ഹോസ്പിറ്റൽ എക്സ്പെൻസെങ്കിലും കൊടുക്കാതെ നടത്തണമെന്ന് പറയാൻ എനിക്കാവില്ല. ഡൽഹിയിൽ നിന്നും ബോംബെ നിന്നും ഒക്കെ സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടേഴ്സ് ലില്ലിയുടെ ഓപ്പറേഷൻ എത്തേണ്ടതുണ്ട്. ഇനിയിപ്പോ നാളെ തന്നെ ഓപ്പറേഷൻ നടത്താലോ? ഞാൻ മുഴുവൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ ചെറിയാൻ അമേരിക്കയിൽ നിന്ന് അടുത്ത 10-ാം തീയതി ഡൽഹിയിൽ വരികയുള്ളൂ. നമുക്ക് ഒരു 15-ാം തീയതിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാം. എനിക്കെന്റെ ലില്ലിമോളെ ഒന്ന് കാണണം. അതിനെന്താ, വരൂ. പക്ഷേ ഇപ്പോൾ അവൾ ആരെ കണ്ടാലും തിരിച്ചറിയില്ല. മോളെ, ലില്ലിമോളെ, ലില്ലിമോളെ. കണ്ണ് തുറന്ന് കിടക്കുകയാണെങ്കിലും ബോധം ഉണ്ടാവില്ല. ഷോക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇപ്പൊ കൊണ്ടുവന്നതേ ഉള്ളൂ. ചാൾസിന് റിലേറ്റീവ്സ് ആയിട്ട് വേറെ ആരുമില്ലേ? ഇല്ല, എനിക്കാകെ കൂടി ഇവള് മാത്രമേ ഉള്ളൂ. ലില്ലിയെ പ്രസവിച്ചുവിടാൻ അമ്മ മരിച്ചു. ഇവൾക്ക് 4 വയസ്സുള്ളപ്പോ അച്ഛനും പോയി. എനിക്കന്ന് 8 വയസ്സേ ഉള്ളൂ. എന്റെ ജീവനെ പോലെയാ ഞാനിവളെ വളർത്തിയത്. ഇവളെന്റെ പഴയ ലില്ലിയായി അങ്ങ് തിരിച്ചു തരണം. ഓക്കെ, വി വിൽ ട്രൈ യുവർ ബെസ്റ്റ്. ചാൾസ് കൗണ്ടറിൽ ചെന്ന് പണം അടച്ചിട്ട് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. 10-ാം തീയതി കഴിഞ്ഞ് വന്നാൽ മതി. യെസ് லிங்கம் சார். கொடைக்கானல் சென்ட் தெரசாஸ் கான்வென்ட்ல இருந்து அண்ணாங்கற பொண்ணு அப்ஸ்கொண்டான கேஸ் என்னாச்சு? என்கொயரி நீட்டே இருக்கு சார். ஏதோ ஒரு ஐயன் கூட ஓடி போயிட்டேன் என்று தான் சொல்றது சார். நியூஸ் பேப்பர்ல எல்லாம் நியூஸ் வந்திருக்கு சார். இது ஒரு பிரமாதமான கேஸ். அந்த அண்ணா கேரளாவில் ஒரு கோடீஸ்வர ஃபேமிலி பொண்ணு. இந்த கேஸ்ல ஹோம் மினிஸ்டருக்கு ரொம்ப இன்ட்ரெஸ்ட் இருக்கு. எஸ் சார். സാർ, അന്നാ കിഡ്നാപ്പിംഗ് കേസ് വലിയ തലവേദന ആയല്ലോടോ. 24 മണിക്കൂറിനകം അവളെ തട്ടിക്കൊണ്ടുപോയവനെ പൊക്കണമെന്ന് ഹോം മിനിസ്റ്റർ ഓർഡർ ഇട്ടിരിക്കുന്ന അത്രേ. പോയി വേഗം. അതറങ്കടാ ഏണ്ട പൊറുക്കി ഇരിച്ചു കാട്ടറേ. അതറെങ്കേന്താ കേട്ടെ? പറയടാ. മദർ പ്രാർത്ഥിക്കുക. ഒരു വട്ടി കൂടി ചൊല്ലടാ. മദർ പ്രാർത്ഥിക്കുക. അടമാണോ ആധാറാണോന്നൊന്നും ഞാൻ വിചാരിക്കില്ല. മഹാലിംഗത്തെ കളിയാക്കിയാലുണ്ടല്ലോ. അതാണോ കാര്യം? അയ്യോ, നിങ്ങളെ കളിയാക്കിയതല്ലവൻ, നിങ്ങളെക്കാളും വലിയ വിക്കനാ. വിക്കനാണെ കൊണ്ട് പൂട്ടിയിട്. പൂട്ടിയിടാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഓടാ. ഈ കോൺവെന്റിൽ നിന്നും ഒളിച്ചോടിപ്പോയ അന്ന ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് നല്ല കൂത്ത്. അവൾ എവിടെ ഉണ്ടെന്ന് അറിയാനല്ലേ ഞങ്ങൾ പോലീസെ പരാതിപ്പെട്ടത്. കുട്ടി മേജറാണോ? മേജറും ക്യാപ്റ്റനും ഒന്നുമല്ല, ഇവിടെ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാ. അതല്ല, മൈനറാണോ മേജറാണോ? അങ്ങനെ 19 വയസ്സ് കഴിഞ്ഞ് മേജറാ. അന്നയുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളെ ഒന്ന് വിളിക്കൂ. നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികളെല്ലാം ഒന്ന് ഇങ്ങോട്ട് വന്നേ. അന്നയ്ക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുള്ളതെന്ന് നിങ്ങൾക്കറിയോ? ചാൾസ് എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ടൊരു അടുപ്പുണ്ടായിരുന്നു. അതിന് വല്ല തെളിവുണ്ടോ? തെളിവാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ പഠിക്കുന്നത്? അതെ. എല്ലാവരുടെയും പേരെഴുതിയെടുക്ക്. എന്താ പേര്? മോളി, മോളി, ആ, മേഴ്സി, ആ, മറിയ, അന്ന. അന്ന ഡബിൾ റോളോ? നീ ഒളിച്ചോടി ചെന്ന തിരിച്ചു. അയ്യോ, അത് കെ എന്നയാ, ഇത് പി എന്ന. ഇതാ പി എന്നെയായാലും എ എന്നെയായാലും എന്ത് ഫോഴ്സ് ഉപയോഗിച്ചും ഇവനെ തപ്പണം. ഇല്ലെങ്കിൽ എന്റെ ഒപ്പി പോവും. சீக்கிரம் இறங்குங்க.
എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഷാ, വീട് പൗലോ ചായ. എന്റെ സാർ എന്നെ താഴെ ഇറക്കുന്നു. എന്തൊരു സ്നേഹം അത്. എനിക്ക് ഇത്ര സ്നേഹം വേണ്ട, അതിനോട് വല്ല കാശ് തന്നാ മതി. എവിടെയെങ്കിലും കൊണ്ട് ഇറക്കുന്ന എന്നെ എനിക്ക് ഇക്കിളിയാവണു. എന്നെ എവിടെയെങ്കിലും കുത്തി നിർത്തി ചായ. കാറും ഉണ്ടെന്നില്ലേ? അന്നേം അമ്മയൊക്കെ നാട്ടിലേക്ക് പോയോ? എന്നെ കാണണോന്ന് പറഞ്ഞ് അന്നെ കരഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ എല്ലാം പൗലോച്ചായ മാനേജ് ചെയ്തോളണം. അഡ്വൈസ് തരാൻ എന്റെ സാർ ഉണ്ടല്ലോ. സന്തോഷം മൂത്ത ഇങ്ങനെ തല്ലോ. ദേ എനിക്ക് നൊന്തൂട്ടോ. പാവം. അയ്യോ, നിന്നെ കൊല്ലുവാ. എന്തിന്? എന്തിനാന്നാ? ദേ, കാര്യം കണ്ടു കഴിയുമ്പോ ഒരുമാതിരി പാലം വലിക്കുന്ന പണി എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. പാലം വലിച്ചത് എന്റെ മോളെ മുറിക്കൊണ്ട് ഇരുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാശ് മേടിച്ച് പോയിട്ട് എടുക്കണ എന്റെ 3 ലക്ഷം രൂപ. അയ്യോ, അവളപ്പൊ മുറിന്ന് വേറെ ആരെങ്കിലും കൂടെ ഓടിപ്പോയോ? എങ്ങനെ പോവാതിരിക്കും ഇയാളുടെ മോളല്ലേ? നീ ഏതന്നെയാ പ്രേമിച്ച് വളച്ചോണ്ട് വന്നത്? ഈ കള്ള് പൗലോച്ചന്റെ അല്ല, പാലാ പൗലോച്ചന്റെ മോൾ തന്നെ. പൗലോച്ചന്റെ മകൾ അന്ന മടത്തിൽ തന്നെയുണ്ട്. നീ അവളെ കണ്ടിട്ട് പോലുമില്ല. അയ്യോ, അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുവന്ന് തന്നെ അത്. അതേതോ പന്ന എന്റെ അന്ന മോളെ കല്യാണത്തിന് സമ്മതിപ്പിച്ചെന്ന് പറഞ്ഞ് മേടിച്ച കാശങ്ങനെ തിരിച്ചാളെ കഴിവേറ മോനെ. ഇത് തന്നെയാ നമ്മുടെ പെട്ടി. അവ ഓടിയെങ്കിൽ എന്താ? പെട്ടി നമ്മുടെ കയ്യിലല്ലേ? ഇവനത് യുദ്ധം കഴിഞ്ഞു വന്നാ പൈസ കാശ് എവിടാ? അതില്ല ഞാൻ ചോദിക്കുന്നത്. എടോ എടോ, സംഗതിയൊക്കെ കുഴപ്പമായി. ഞാൻ പ്രേമിച്ച് പുറത്തിറക്കിയ പെണ്ണില്ലേ അന്ന, അത് കള്ള് പൗലോസിന്റെ മോളല്ലെന്ന്. ആ പൗലോസും ഹെൻറിയും കൂടി എന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് പിടിച്ച് ഇടിച്ചു. ഭാഗ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടതാ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തന്റെ മറ്റടുത്ത ചിരി കാണുമ്പോ എന്റെ നെഞ്ചുരുക്കുക. ആഹാ, അപ്പൊ താനെല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലേ. ഇനിയിപ്പൊ എന്താകും എന്റെ കർത്താവേ? നിർത്തൂ തന്റെ ചിരി. ഇതെങ്ങനെ സംഭവിച്ചു? ഹായ്. അയ്യോ, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്റെ പുറകെ നടക്കരുത്, എന്നെ വഴി തെറ്റിക്കരുത്. വേണ്ട, എന്തെല്ലാം കള്ളത്തരങ്ങളാ പറഞ്ഞത്. അന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നല്ലാതെ എനിക്ക് ജീവിക്കാൻ മേല എന്നൊക്കെ പറഞ്ഞ് മടത്തിൽ എന്നെ പുറത്ത് ചാടിച്ചിട്ട് ഇതിലും ഭേദം വിഷം വാങ്ങി തന്നെ കൊല്ലായിരുന്നല്ലോ ചാൽ. നന്നായി. എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ പറയൂന്ന്, നീ ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന്. എനിക്കിപ്പോ തൃപ്തിയായി. പക്ഷെ അന്ന് ആ ഹോട്ടലിൽ നടന്ന എന്താന്നറിഞ്ഞാൽ അന്നെ പൊട്ടിക്കരയും, എന്റെ കാറ്റിൽ വീണ് മാപ്പ് ചോദിക്കും. ഓ, എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഇനി എന്നെ മണ്ടിയാക്കണ്ട. നിങ്ങൾക്ക് അന്ന എന്ന പേരിൽ എത്ര കാമുകിമാരാ ഉള്ളത്? അന്ന എന്ന പേരില് എനിക്ക് ഒരേ ഒരു കാമുകിയേ ഉള്ളൂ. ഏതന്ന? ഈ അന്ന. ഈ ഫോട്ടോയിൽ കാണുന്ന ഈശോ മിശിയാണ് സത്യം. അന്ന എന്ന പേർ ഞാൻ ആദ്യമായി കേൾക്കുന്നതന്നെ അന്നയുടെ പേര് അന്ന എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ്. ഞാൻ സ്നേഹിക്കുന്ന അന്നയാണ് സത്യം, ഞാൻ കഴിക്കുന്ന അന്നമാണ് സത്യം, എന്റെ അമ്മ അന്നമ്മയാണ് സത്യം. അല്ലാതെ അരുതാത്തൊന്നും ഈ ചാൾസ് മനസ്സാവാച കറവള ചിന്തിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അകമണി ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. തെറ്റാ? തെറ്റു ശരിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ ഹോട്ടൽ മുറിയിലാക്കിയിട്ട് എങ്ങോട്ടാ നിങ്ങൾ മുങ്ങിയത്? അത് ഞാൻ മുങ്ങിയതല്ല, മുങ്ങിപ്പോയതാണ് അന്ന. എന്റെ ഡാഡി എന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയ എന്റെ ഡാഡി, കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്നെ ഈ നിലയിലാക്കി എന്റെ ഡാഡി, അദ്ദേഹത്തിന് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മറ്റെന്താണ് ചെയ്യേണ്ടത്? അറ്റാക്കോ? ഹാർട്ടിലും ബ്രെയിനിലും കിഡ്നിയിലും മസ്തിഷ്കത്തിലും ടോട്ടലി അറ്റാക്ക്. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ? പറയാൻ സമയം എവിടെ? പ്രേമമാണോ വലുത്, അറ്റാക്കാണോ വലുത്? അപ്പൊ ആ മുറി കയറി വന്നവരോ? അത് വല്ല ബേറർമാരായിരിക്കും. ചായ വല്ല ഓർഡർ ചെയ്തിരുന്നോ? അതല്ല, ഒരു തടിയനും ഭാര്യയും. അവരെന്നെ ചീത്ത വിളിച്ചു. അന്ന മാറിപ്പോയെന്ന് പറഞ്ഞ് ആ തടിയൻ ഒരുത്തനായിട്ട് തല്ലുകയും ചെയ്തു. ചാൾസിന്റെ പേര് അവര് പറയുന്നത് കേട്ടല്ലോ. ഓ, ഒരു തടിയനും അയാളുടെ ഭാര്യയും കൂടെ ഒരു തൊപ്പിക്കാരനും. മൈ ഗോഡ്, they are suiciding family. സൂസൈഡിങ്ങോ? Yes, mentally suiciding and Germany botanical therapy. ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. എനിക്കും. അതെ, ആ മഹാരോഗം പിടിച്ച ഒരു ഫാമിലിയാണ് അവർ. അവരാ ഹോട്ടലിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് റൂം എടുക്കും. മുഴുത്ത പ്രാന്തന്മാരാ. വേറെ സംഭവം അറിയോ? ഈ എന്നെ 3 പ്രാവശ്യം അവരുടെ മകനാണെന്നും പറഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. ബോധം വരുമ്പോ തല്ലി ഓടിക്കുകയും ചെയ്യും. അവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യം പറഞ്ഞ അവരായിരുന്നോ? സാരമില്ല, ഏതായാലും എന്റെ മോള് വിഷമിക്കണ്ട, ഞാനിങ് എത്തിയില്ലോ.
തന്നെ എന്താ പൊട്ടം കടിച്ചോ? കടിച്ചില്ല, കടിക്കാൻ വരുന്നു. ആര്? മഹാലിംഗം. ഞെട്ടി, നമുക്ക് വിളിക്കാം. ഞാൻ പറഞ്ഞേ. എനിക്കവിടെ എനിക്ക് ഏത് വേണ്ട സർ. തുള്ളിക്കുള്ളിലാണോടോ പുള്ളിയെ നോക്കുന്നത്? പുള്ളി പോയാൽ ചുള്ളിലും തപ്പണമെന്ന് ചുള്ളി. എന്ത് പറ്റി സാർ? സാർ 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 മഹാലിംഗം സാർ. അന്നെ അല്ലടോ, അവന്മാരിയാ. അവന്മാർ ഇവിടെ എവിടെയോ ഉണ്ട്. Come on! സാർ ചുള്ളി കമ്പ് എവിടൊക്കെയോ കുത്തിക്കേറി. ഇനി കേറാനിരിക്കുന്നതേ ഉള്ളൂ. തന്നെ തന്നെ കയറ്റിയാ മതി. അതിനർത്ഥം എന്നെ പോലീസ് പിടിച്ചോട്ടെ. അതെ, അത് ശരി. അപ്പൊ ജയിലിൽ കിടന്നോട്ടെ. അതെ. ഒഴിയാണല്ലേ? ഒഴിയാണ്. കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമാണെന്ന് അന്നയ്ക്കിപ്പോ മനസ്സിലായല്ലോ. അന്ന തൽക്കാലം മഠത്തിലേക്ക് തിരിച്ചു തന്ന അന്തരീക്ഷമാകെ ശാന്തമാവും. ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇല്ല, എന്റെ ചാൾസിനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല. പോയില്ലേ നമ്മൾ 3 പേര് അകത്താവും. അറിയോ? പോലീസിനോട് കാര്യം പറയണം. എന്ത് കാര്യം? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന് അവരറിയട്ടെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുളമായി. കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ എനിക്ക് ഇത്തിരി കുറച്ച് സമയം വേണം. കുറച്ച് ടൈം. ഇല്ല, ഒരു സമയം തരില്ല. ഇന്ന് തന്നെ കല്യാണം നടത്തണം. പിന്നെ ആരും പേടിക്കണ്ടല്ലോ. സെന്റിമെന്റ്സ് കാണിക്കേ. അല്ലേലും എനിക്കറിയാം എന്നോട് അന്നയ്ക്കുള്ള സ്നേഹം ആത്മാർത്ഥമല്ലെന്ന്. പെണ്ണുങ്ങൾ എല്ലാവരും ഇങ്ങനെ സ്വാർത്ഥരാ. ഇന്നിപ്പോ എന്റെ നമ്പരം ആർക്കും മനസ്സിലാവില്ല. എന്റെ അച്ഛന്റെ അറ്റാക്ക്. വേണ്ട ശോഭരാജ്, അന്നയ്ക്ക് എന്നോടില്ലാത്ത സ്നേഹം നിനക്കെതിരാടാ. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയി കളയും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? ഒരേ ഒരു ദിവസം നീ ഞാൻ മടത്തിച്ച് നിന്നാ മതി. അപ്പോഴേക്കും ഞാൻ വെഡിങ് ആനിവേഴ്സറി വെഡിങ് എല്ലാം അറേഞ്ച് ചെയ്ത് വരാം. അതെ, ഈ പറഞ്ഞത് ഒരു ഐഡിയ ആണെന്ന് എനിക്കും തോന്നുന്നു. അന്നെ അത് താനൊരു കാര്യം ചെയ്യും. മുത്തുവിന്റെ കാർ എടുത്തിട്ട് വരും. അല്ല, ചാൾസിന്റെ ഫോർഡ് എസ്കോട്ട് എവിടെ? അത് ഫോർഡ് എസ്കോട്ട് അടക്കം മറ്റു 5 കാറുകൾ നമ്മുടെ വർക്ക്ഷോപ്പിലല്ലടോ. ഇത് എന്റെ ഡ്രൈവർ മുത്തുവിന്റെ കാറാ. എന്റെ ഡ്രൈവർക്ക് വരെ കാറാ. നിന്ന് തമാശ കളിക്കണ്ട, പോയി കാർ എടുത്തിട്ട് വാ. അന്ന പിരിയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അവന്റെ വിചാരം ഞാൻ അവന്റെ ഡ്രൈവറാണെന്ന്. കൊള്ളാം. എന്തായി കാർ കിട്ടിയില്ലേ? പിയർ പൗലോസും ചട്ടിത്തൊപ്പി എൻട്രി വരുന്നു. ഞാനിനി എന്ത് ചെയ്യും? പോയി തൂങ്ങിച്ചാവിടോ. തൂങ്ങിച്ചാവാനോ? പാല് തുറക്കണ, തുറക്കണ, ഇവിടെ പാല് തുറക്കാൻ, തുറക്കണ, തുറക്കാൻ, തുറക്കാൻ ഒരു വഴിയുണ്ട്. കർത്താവേ, ഈ കള്ളന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ. ഇതിന്റെ ശവദാഹത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. പൗലോച്ച എന്ത് മണ്ടത്തരമായി പറയുന്നത്? IPC 302 വകുപ്പ് കൊലക്കുറ്റത്ത് നമ്മൾ 2 പേരും അകത്താവും. ഏതായാലും ചത്തവും ചത്തു. ഇനി പോലീസ് നായ ഇവിടെ വന്ന് പൗലോച്ചാന്റെ ഈ തുണിയും മണപ്പിച്ച് നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരും. അതോടെ നമ്മുടെ കാര്യവും പോക്കാം.